ഹായ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. അതായത് ലാസ്റ്റ് വീക്കിലെ കമന്റ് ബോക്സിലും DMസിലും നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യാണ് നമ്മൾ ഈ വീക്കിൽ Q&A ആയിട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കുക. അപ്പോൾ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് Q&Aയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ബെൻസോൾ പെറോക്സൈഡിനെ പറ്റി പറയൂ. അതും 2.5%. ബെൻസോൾ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അതായത് നമ്മുടെ സ്കിന്നിനകത്തുള്ള പിമ്പിൾസ് വരുത്തുന്ന ബാക്ടീരിയാസിനെ കൊല്ലാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് ബെൻസോൾ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ബെൻസോൾ പെറോക്സൈഡും സാലിസിലിക് ആസിഡും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് സ്കിൻ വീണ്ടും ഡ്രൈ ആക്കും എന്ന് പറയുന്നത്. നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും മാറ്റാനായിട്ട് ബെൻസോൾ പെറോക്സൈഡ് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് മാറ്റാനായിട്ട് ബെൻസോൾ പെറോക്സൈഡ് ഹെൽപ്പ് ചെയ്യും. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ബെൻസോൾ പെറോക്സൈഡ് 2.5% ഉണ്ട്, 5 ഉണ്ട്, 10 അങ്ങനെ എബോ ആയിട്ട് പോകും. നോർമലി നമ്മൾ 2.5% വരെയാണ് വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ. 5% വരെ പറയാറുണ്ട്. ഞാൻ നോർമലി 2.5% വരെ വിത്തൗട്ട് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പിമ്പിൾസ് മാറ്റാനായിട്ടാണ്. ഇതിന്റെ ഫേസ് വാഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്, പിന്നെ ക്രീമായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി പിമ്പിൾസ് മാത്രം മാറ്റാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ബെൻസോൾ പെറോക്സൈഡ് ഹെൽപ്പ് ചെയ്യും. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് സ്വെറ്റ് സ്മെല്ലില്ലേ, അത് മാറ്റാനായിട്ട് ബെൻസോൾ പെറോക്സൈഡ് ബേസ് ചെയ്തൊരു ഫേസ് വാഷോ സോപ്പോ വെച്ചിട്ട് വീക്കിലി വൺസോ അല്ലെങ്കിൽ ടോയ്സോ നമ്മൾ ആ ഒരു ഏരിയ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ അണ്ടർആമും കാലും ഒക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ബാക്ടീരിയ കൊല്ലാൻ പറ്റും. അത് കാരണം നമുക്ക് ആ ഒരു സ്മെല്ല് തടയാൻ പറ്റും. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സ്മെല്ല് വരുന്നത് ഈ സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഓയിലിൻ്റെ അടുത്തൊരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ആ ബാക്ടീരിയ ഗ്രോത്ത് ഉണ്ടാകും. ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മെല്ലാണ് നമുക്ക് സ്വെറ്റ് സ്മെല്ലായിട്ട് വരുന്നത്. നോർമലി സ്വെറ്റിൽ അധികം സ്മെല്ലില്ലാത്തതാണ്, ബാക്ടീരിയ വന്നിട്ടാണ് ഈ ഒരു സ്മെല്ല് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പിമ്പിൾസ് മാറ്റാനായിട്ട്, പിന്നെ നമ്മുടെ സ്വെറ്റ് സ്മെല്ലും കാലിലെ സ്മെല്ലും മാറ്റാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ എങ്ങനെ സാലിസിലിക് ആസിഡിന്റെ കൂടെ ഈ ഒരു ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യണം, ഹോക്കുരു മാറ്റാനായിട്ട് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാലിസിലിക് ആസിഡ് എപ്പോഴും പറയാറുണ്ട് 2% ഫേസ് വാഷിന്റെ രൂപത്തിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, ഒരു കോമ്പിനേഷൻ എന്നാൽ കുറച്ച് അധികം ഓയിലിയും കൂടെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം നൈറ്റിൽ മാത്രം വൺസ് ഇൻ എ ഡേ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ ഒരു ഫേസ് വാഷ് നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഓവറായിട്ട് സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ, ഓയിലി സ്കിൻ അല്ല നമ്മുടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓവറായിട്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ സ്കിൻ എക്സീവായിട്ട് ഡ്രൈ ആവുക, അത് കാരണം നമുക്ക് ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് സാലിസിലിക് ആസിഡിനോട് യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. കാരണം രണ്ടും സ്കിൻ ഡ്രൈയിങ് ഏജന്റ് ആണ്. അത് ഞാൻ ഡ്രൈ ആക്നയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും സ്കിൻ ഡ്രൈയിങ് ഏജന്റ് ആയതുകൊണ്ട് നമ്മൾ രണ്ടും യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. സാലിസിലിക് ആസിഡ് ഫേസ് വാഷിന്റെ കൂടെയാണ് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസേഴ്സ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 2.5 ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാലിസിലിക് ആസിഡ് ഫേസ് വാഷും ബെൻസോൾ പെറോക്സൈഡ് ഫേസ് വാഷും കൂടെ ഒരുമിച്ച് ഒരു ദിവസം യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ കാരണം മോർണിംഗ് നമ്മൾ എക്സ്ട്രീംലി ഓയിലി ആണെങ്കിൽ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാറി മാറി നമുക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ സി, റെറ്റിനോള്, പിന്നെ ഓൾറെഡി നമ്മൾ സാലിസിലിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട്, ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ളതിൻ്റെ സിറമോ ക്രീമോ ടോണറോ ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മോർണിംഗിൽ സാലിസിലിക് ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സമയത്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് മോർണിംഗിലും നൈറ്റിലും യൂസ് ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ 2.5 to 5% ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാനും പാടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ 2% സാലിസിലിക് ആസിഡ് സിറം ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ക്ലിയറിംഗ് സിറം കൂടെ യൂസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് എങ്ങനെ യൂസ് ചെയ്യുന്നു? ഡീകൺസ്ട്രക്റ്റിൻ്റെ ക്ലിയറിംഗ് സിറത്തിനകത്ത് വരുന്ന 2% ആൽഫ ആർബിറ്റിനും 5% നയാസിനമൈഡുമാണ്. സാലിസിലിക് ആസിഡിനോട് യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് 5% നയാസിനമൈഡ് ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് ആയതുകൊണ്ട് തന്നെ മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല.
അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന ദിവസം നിങ്ങൾക്ക് നയാസിനമൈഡ് യൂസ് ചെയ്താൽ കുഴപ്പമില്ല, രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നയാസിനമൈഡ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും, എന്നാൽ സ്കിൻ ഡ്രൈ ആക്കത്തുമില്ല. നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനായിട്ടും മൈൽഡായിട്ട് നമുക്ക് ഫ്രീ റാഡിക്കൽസിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും, പിന്നെ ഇതുവരെ ഒരു സ്കിൻ കെയർ ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സ്കിന്നിൽ ബ്രൈറ്റ്നസ് തരും. പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഡീകൺസ്ട്രക്റ്റിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ആൽഫ ആർബിറ്റിനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ടാനിങ് മാറ്റാനായിട്ട് ഇത് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മോക്കുരു മാറ്റാനായിട്ടും അതുപോലെ മോക്കുരുവിൻ്റെ പാടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടും ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 5% നയാസിനമൈഡ് ഡീകൺസ്ട്രക്റ്റിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം 2% സാലിസിലിക് ആസിഡ് സെറത്തിൻ്റെ ഫോമിലോ ടോണറിൻ്റെ ഫോമിലോ അല്ല മാസ്കിൻ്റെ ഫോമിലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി വൺസോ ടോയ്സോ മാത്രമേ യൂസ് ചെയ്യുക, അതിനപ്പുറത്തോട്ട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് നൈറ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാം. ഇനി വരുന്നൊരു സംശയമാണ്, സാലിസിലിക് ആസിഡ് ആണോ നയാസിനമൈഡ് ആണോ നമ്മൾ ആദ്യമേ യൂസ് ചെയ്യേണ്ടത്? ഇപ്പം സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഈ സാലിസിലിക് ആസിഡ് സെറം വേണോ അത് നയാസിനമൈഡ് സെറം വേണോ ഫസ്റ്റ് യൂസ് ചെയ്യാം? അപ്പം എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയ ശേഷം നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം അപ്ലൈ ചെയ്യുക, ദെൻ നയാസിനമൈഡ്, ദെൻ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് വേ. എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് അങ്ങനെയാണ്. നെക്സ്റ്റ് മസ്റ്റ് ആയിട്ടും സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നയാസിനമൈഡ് ഒരിക്കലും നമ്മുടെ സ്കിന്നെ ഫോട്ടോ സെൻസിറ്റീവ് ഒന്നും ആക്കാനായിട്ട് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നയാസിനമൈഡ് സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നു പിഗ്മെന്റേഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നയാസിനമൈഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സാലിസിലിക് ആസിഡിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇവിടെ 2 വീഡിയോ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അടുത്തൊരു ഡൗട്ട് വന്ന് നമ്മുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു ഒന്നുകിൽ നമ്മളൊരു ഫോമിംഗ് ക്ലെൻസറോ അതായത് നോർമൽ ക്ലെൻസറോ വെച്ചിട്ട് നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു ഫോമിംഗ് ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്, അതായത് എന്നിട്ട് പതയുന്ന ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 30 to 1 ഹവറിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. എന്താണോ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്, ഓയിലി ആണെങ്കിൽ ഫേസ് ഫുൾ ഓയിൽനെസ് ആയിരിക്കും, ഡ്രൈ ആണെങ്കിൽ ഒരു വലിച്ചു പിടിച്ചത് കണക്ക് ഉണ്ടാവും. കോമ്പിനേഷൻ ആണ് അത്, കുറേ ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓയിലി ഡ്രൈ കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ ടീ സോൺ ചിലപ്പോൾ ഓയിലി ആയിട്ടിരിക്കും, ബാക്കിയുള്ള ഭാഗം വലഞ്ഞിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഒരു താടിയുടെ ഭാഗം ഓയിലി ആയിട്ടിരിക്കും, ഈ ഒരു ഭാഗം നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഡ്രൈയും ടീ സോൺ ഡ്രൈയും ബാക്കിയുള്ള ഭാഗം നിങ്ങൾക്ക് നോർമൽ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഇത് ഓയിലി, ഈ ഒരു ഭാഗം നോർമലും ആയിരിക്കും, ടീ സോൺ ഭാഗം നോർമലും ആയിരിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഡ്രൈയും നോർമലും, അതായത് നിങ്ങളുടെ ഫേസിന്റെ കുറേ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഡ്രൈ ആയിരിക്കും, ബാക്കിയുള്ള ഭാഗങ്ങൾ നോർമൽ ആയിരിക്കും. പിന്നെ വരുന്നത് സെൻസിറ്റീവ് ടൈപ്പ് ആണ്. ഇത് നമ്മൾ എന്ത് സ്കിൻ കെയർ യൂസ് ചെയ്താലും നമ്മുടെ സ്കിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് വരുന്നത്. അത് നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. സോ ഇങ്ങനെ നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാം. വേറെ അല്ലാതെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ രാത്രി ഫേസ് വാഷ് ചെയ്തിട്ട് ജെന്റിൽ ആയിട്ടുള്ളൊരു ക്ലെൻസർ വെച്ച് ഫേസ് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. മോർണിംഗിൽ എണീച്ചിട്ട് നിങ്ങളുടെ ഫേസ് കണ്ണാടിയിൽ നോക്കുക. കണ്ണാടിയിൽ ഭയങ്കരമായിട്ട് തിളങ്ങുന്നുണ്ടെങ്കിൽ അത് ഓയിലിയാണ്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയുന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കും. പക്ഷേ ഈ രാത്രി ഫേസ് വാഷ് ചെയ്ത് കിടക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഈ 3 മെത്തേഡും നമ്മൾ ഫേസ് വാഷ് യൂസ്, അത് 2 ടൈപ്പ് ഫേസ് വാഷും അല്ലെങ്കിൽ ഓക്കെ ഫൈൻ, അത് നമുക്ക് 2 മെത്തേഡ് എന്ന് പറയും. ഈ 2 മെത്തേഡ് നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യും. ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള നമുക്ക് സ്കിന്നിന് ഏതാണ് ആപ്റ്റ്. നിങ്ങൾക്കിപ്പം ചിലപ്പോൾ ആൾക്കാർക്ക് ഈ ഫസ്റ്റ് പറഞ്ഞ മെത്തേഡിൽ കിട്ടാറില്ല, അപ്പോൾ അവർക്ക് ഓവർനൈറ്റ് മെത്തേഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സ്കിൻ അങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്ത് ഓയിൽ പ്രൊഡക്ഷൻ ടൈമിങ്. സോ അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഏതെങ്കിലും 2 ടൈപ്പും ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചിട്ട് സ്കിൻ കെയർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഐക്കാർഡ് കൊടുക്കാം, അതൊന്ന് കണ്ടുവയ്ക്കാൻ മതി. ട്രാൻഎക്സാമിക് ആസിഡ് നമുക്ക് എന്തിൻ്റെ കൂടെ യൂസ് ചെയ്യാം? ആക്ച്വലി ട്രാൻഎക്സാമിക് ആസിഡ് 3% to 4% നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. 4% ഹൈ കോൺസെൻട്രേഷൻ ആണ്. 2ഉം 3ഉം ഒക്കെയാണ് നോർമലി. 3ഉം 4ഉം ആണ് നമുക്ക് വരാറുള്ളത്. 2% ചില ഇൻഗ്രീഡിയൻസ് ചില പ്രൊഡക്റ്റുകളിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ട്രാൻഎക്സാമിക് ആസിഡ് ആക്ച്വലി നമുക്ക് എന്തിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഇതെന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻഎക്സാമിക് ആസിഡ് ഒരു ടൈറോസിനേസ് ഇൻഹിബിറ്റർ ആണ്. ഒരിക്കലും ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാൻഎക്സാമിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ആരും പറഞ്ഞുതരാം യൂസ് ചെയ്യാറില്ല. തെറ്റിദ്ധാരണയാണ് അത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പിഗ്മെന്റേഷൻ മാറ്റുന്ന ഏതെങ്കിലും ക്രീം പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് നോക്കിയാലും അതിനകത്തൊരു ട്രാൻഎക്സാമിക് ആസിഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ
ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിനകത്തുള്ള മെലാനിൻ പ്രൊഡക്ഷൻ തടയാൻ ഹെൽപ്പ് ചെയ്ത ഏതൊക്കെ സാധനങ്ങളാണോ അതിനെയാണ് നമ്മൾ ടൈറോസിനേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ട്രാൻഎക്സാമിക് ആസിഡിന് പറ്റും. കോജിക് ആസിഡിന്റെ പാത്വേ, കോജിക് ആസിഡ് എങ്ങനെയാണോ മെലാനിൻ പ്രൊഡക്ഷൻ നടത്തുന്നത് തടയുന്നത്, അതുപോലെ അല്ല ട്രാൻഎക്സാമിക് ആസിഡ് തടയുന്നത്. ട്രാൻഎക്സാമിക് ആസിഡ് കൂടുതലും നമ്മുടെ സ്കിൻ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്ന പിഗ്മെന്റേഷൻ തടയാനായിട്ടായിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ മെഡിക്കലി ട്രാൻഎക്സാമിക് ആസിഡ് വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാരണം സ്കിൻ കെയർ അല്ലാണ്ട് നമ്മൾ ഓറലി ട്രാൻഎക്സാമിക് ആസിഡ് കഴിക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്കിൻ കെയറിൽ ട്രാൻഎക്സാമിക് ആസിഡ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് സാലിസിലിക് ആസിഡിന്റെ കൂടെയും ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെയും റെറ്റിനോളിന്റെ കൂടെയും നയാസിനമൈഡിന്റെ കൂടെയും വിറ്റാമിൻ സിയുടെ കൂടെ അതുപോലെ തന്നെ കോജിക് ആസിഡിന്റെ ആൽഫാബിന്റെ ഒക്കെ ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പൊതുവേ പറയാറുണ്ട്, 2 ഡിഫറെന്റ് ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ഒരു ബോക്സിലല്ലാതെ കിട്ടുന്നിടത്തോളം കാലം, സ്ട്രോങ് ആയിട്ടുള്ള ടൈറോസിനേസ് ഇൻഹിബിറ്റേഴ്സ് ഒരു പെട്ടിയിലല്ലാത്തിടത്തോളം കാലം 2 സെപ്പറേറ്റ് എക്സസീവ് ആയിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് സ്കിൻ ബ്രൈറ്റ്നസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നത് സ്കിന്നിനെ അത് ഓവറായിട്ട് ഇറിറ്റേറ്റ് ആക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ആക്നെ ബ്രേക്ക്ഔട്ട് വന്ന് ഭയങ്കരമായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ 3-4 പിഗ്മെന്റേഷൻ മാറ്റുന്ന സാധനങ്ങൾ യൂസ് ചെയ്യും പെട്ടെന്ന് അത് മാറ്റാനായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ്യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എപ്പോഴും സ്കിൻ കെയർ സിംപ്ലിഫൈ ആക്കി വെക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ്. അടുത്തൊരു ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് വെച്ചാൽ ഒരു AHA ആണ്, സാലിസിലിക് ആസിഡ് BHA. രണ്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആസിഡ്സ് ആണ്. ഒന്ന് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട്, പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പം, അതായത് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ പിഗ്മെന്റേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമ്പം സാലിസിലിക് ആസിഡ് നമ്മുടെ ഫേസിൽ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറയ്ക്കാനായിട്ടും അതുവഴി നമ്മുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ രണ്ടും ആവശ്യമുണ്ട്, ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ബോട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. അതല്ല 2 ഡിഫറെന്റ് ബോട്ടിൽ സെറത്തിന്റെ ഫോമിലോ ടോണറിന്റെ ഫോമിലോ ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ക്രീമിന്റെ ഫോമിലാണെങ്കിൽ പോലും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. റീസൺ എന്തെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ pH ഓൾട്ടർ ആവും. അതായത് കുറച്ചും കൂടെ അസിഡിക് നേച്ചറിലോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ നോർമലി ഉള്ള ഒരു pH ഉണ്ട്, 4.5 to 5.5, ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ സ്കിന്നിന്റെ pH. അതിൽ താഴുമ്പോഴത്തേക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനായിട്ടും സ്കിൻ ഡ്രൈനെസ് വരാനായിട്ടും ചാൻസ് കൂടും. അത് കാരണം നമ്മുടെ സ്കിൻ വളരെ ഡാമേജ് ആവും. പക്ഷേ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും യൂസ് ചെയ്യാം. ഇൻഗ്രീഡിയൻറ്റ് വൈസ് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡ് സിറമോ ടോണറോ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് സിറമോ ടോണറോ യൂസ് ചെയ്യും. അതായത് നിങ്ങൾ ഫേസ് വാഷ് ആണ് ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സിറം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ രണ്ടിൻ്റെയും സിറമോ ക്രീമോ ഒരുമിച്ച് അറ്റ് എ ടൈം സ്കിന്നിൽ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. ഗ്ലൈക്കോളിക് ആസിഡ് ഹൈ കോൺസെൻട്രേഷൻ 5 to above ആണ് വരുന്നത്, സാലിസിലിക് ആസിഡ് 2%. മാത്രമല്ല 5 to above ഉള്ള ഗ്ലൈക്കോളിക് ആസിഡ് വീക്ക്ലി വൺസോ ട്വൈസോ മാത്രമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത് എപ്പോഴും ഡ്രൈ നോർമൽ ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. പ്രഗ്നൻസി സേഫും ആണ്. പക്ഷേ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നോ സ്കിൻ ബാരോ ഡാമേജ് ആണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാതിരിക്കാം. സാലിസിലിക് ആസിഡ് നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ അതിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അത് അല്ല നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്, സെൻസിറ്റീവ് സ്കിൻ ആണ്, എക്സസീവ് ആയിട്ട് സെൻസിറ്റീവ് സ്കിൻ ആണ്, ചില സെൻസിറ്റീവ് സ്കിൻകാർക്ക് വീക്ക്ലി വൺസ് ഒക്കെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ടോളറേറ്റ് ചെയ്യാറുണ്ട് ഓയിലി സ്കിൻകാർക്ക്. അല്ലാത്ത പക്ഷം ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. മാത്രമല്ല ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കുമാണ് സാലിസിലിക് ആസിഡ് നല്ലത്. ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും സാലിസിലിക് ആസിഡ്, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്, പ്രത്യേകിച്ച് നോർമൽ സ്കിൻകാർക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യേണ്ട. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ ഉള്ള ഭാഗത്ത് മാത്രം സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിൻകാർ മാക്സിമം സാലിസിലിക് ആസിഡ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ചും സെറത്തിന്റെ ഫോമിൽ അല്ലെങ്കിൽ ടോണറിന്റെ ഫോമിൽ. സോ ഇന്നത്തെ Q&Aയിൽ കുട്ടിയായിട്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് മിസ്സായിട്ടുണ്ടെങ്കിൽ Q&A അണ്ടർ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് തേഴ്സ്ഡേ കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.